ബി.ജെ.പി. പ്രവർത്തകൻ സൂരജിനെ വധിച്ച കേസിൽ 9 പ്രതികൾ കുറ്റക്കാരെന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. ടി.പി. കേസ് പ്രതി ടി.കെ. രജീഷിനും പി.എം. മനോരാജിനും എതിരെയുള്ള കൊലക്കുറ്റം തെളിഞ്ഞു. കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. 2005 ഓഗസ്റ്റ് 7-നാണ് ബി.ജെ.പി. പ്രവർത്തകനായ സൂരജിനെ ഒരു സംഘം CPM പ്രവർത്തകർ ചേർന്ന് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം നിന്ന സൂരജിനെ ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 12 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 1-ാം പ്രതി ഷംസുദ്ദീനും 12-ാം പ്രതി രവീന്ദ്രനും വിചാരണ കാലയളവിന് മുമ്പേ മരണപ്പെട്ടു. ബാക്കിയുള്ള 10 പ്രതികളിൽ 9 പേർ കുറ്റക്കാരാണെന്ന് ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാത്ത സാഹചര്യത്തിൽ 10-ാം പ്രതി പ്രകാശിനെ വെറുതെ വിട്ടു. എന്തായാലും ഞാൻ വിധിയിൽ 100% തൃപ്തനാണ്. ആദ്യ അന്വേഷണത്തിൽ തന്നെ 2 പ്രതികൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നും അവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നും അവരെക്കുറിച്ച് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ M. ദാമോദരൻ റിപ്പോർട്ട് നൽകിയിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി ടി.കെ. രജീഷിന് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി P.M. മനോജിന്റെ സഹോദരൻ P.N. മനോരാജിനെതിരായ കൊലക്കുറ്റവും കോടതി ശരിവെച്ചു. കേസിൽ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. മറ്റ് 3 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനാണ് കേസ്. കേസിലെ 2 സാക്ഷികൾ അന്വേഷണ കാലയളവിൽ കൂറുമാറിയിട്ടുണ്ട്. പാർട്ടി മാറിയതിന്റെ പേരിൽ അതിക്രൂര കൊലപാതകം, പിന്നീട് പഴുതടച്ചുള്ള അന്വേഷണം, 28 സാക്ഷികളെയും 51 രേഖകളും ഹാജരാക്കി. എന്തായാലും അടുത്ത തിങ്കളാഴ്ച ഈ നിർണായക വിധി അറിയാം. ആശം സിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.